ദൈവ കരുണയാൽ തമ്പുരാൻ്റെ കൃപയാൽ അനുഗ്രഹീതരായ എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, തിരുപ്പിറവിക്കായി കാത്തിരിക്കുന്നതിൻ്റെ നോമ്പിൻ്റെ 9-ാം ദിവസത്തിലേക്ക് നാം എത്തി നിൽക്കുകയാണ്. അല്പസമയത്തെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. നമുക്കൊക്കെ വളരെ ഒരുപക്ഷെ സുപരിചിതമായ ഒരു വാക്യമാണിത്. അതിപ്രകാരമാണ്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ആമേൻ, ഹല്ലേലൂയ. നോൻപിൻ്റെ 9-ാം ദിവസമായി ഇന്ന് നാം ഈ കേൾക്കുന്ന വചനം ഒരു സാധാരണ വാഗ്ദാനമല്ല. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിക്കപ്പെട്ട ഒരു അത്ഭുതകരമായ പ്രത്യാശയുടെ വചനമാണ്. അതന്ന് ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നവർക്ക് ലഭിച്ച ദൈവികമായ ഒരു വലിയ അനുഗ്രഹമാണ്. അതിന്ന് നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സത്യമാണ്. കന്യക ഗർഭം ധരിക്കും. അസാധ്യത്തെ സാധ്യമാക്കുന്ന ദൈവികമായ ഒരു അത്ഭുതം. ഈ തിരുവചനം മനുഷ്യബുദ്ധിക്ക് അതീതമായ ഒരു വാഗ്ദാനമാണ്. മനുഷ്യന്റെ ബുദ്ധിയിൽ ഇത് വളരെ ആശ്ചര്യമാണ്. എന്നാൽ കന്യക ഗർഭം ധരിക്കും. മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അതാണ് വിശുദ്ധ ലൂക്കോസ് 1:37 പറയുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ട് ഇതുപോലെയുള്ള അസാധ്യങ്ങൾ. പൊട്ടിപ്പോയ ചില ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, പല വർഷങ്ങളായി മാറാത്ത ചില പ്രശ്നങ്ങൾ, മനോസുഖം എന്തെന്നറിയാത്ത ഹൃദയത്തിൻ്റെ വേദനകൾ, വഴിയില്ലെന്ന് തോന്നുന്ന അവസ്ഥകൾ. ഈ തിരുവചനം നമ്മോട് പറയുന്നു, നിന്നെ സംബന്ധിച്ചും ഞാൻ അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കും. ആമേൻ, ഹല്ലേലൂയ. ഒരു പുത്രനെ പ്രസവിക്കും. ഇരുട്ടിൽ വെളിച്ചമെന്ന ഒരു വലിയ പ്രത്യാശ. അതായിരുന്നു ക്രിസ്തുവിൻ്റെ ജനനം. ഒരു മനുഷ്യരാശിയുടെ തന്നെ ചരിത്രം മാറ്റിയെഴുതിയ ഒരു അത്ഭുതം. പ്രകാശം ഇരുട്ടിനെ കീഴടക്കുന്നതിൻ്റെ ദിനമാണ്. അതാണ് വിശുദ്ധ യോഹന്നാൻ 1:5 പറയുന്നത്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഇരുട്ടുകൾ, ഭയം, ആശങ്ക, അശാന്തി, ദുഃഖം, ഈ വചനം നമ്മോട് പറയുന്നു, നിന്റെ ജീവിതത്തിലേക്കും ഞാൻ ഒരു പുതിയ വെളിച്ചം നൽകും. ആമേൻ, ഹല്ലേലൂയ. അവന് ഇമ്മാനുവേൽ എന്ന് പേരായിരിക്കും. ദൈവം നമ്മോട് കൂടെ. അതാണ് വചനത്തിൻ്റെ ഹൃദയം. ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്. അതാണ് വിശുദ്ധ മത്തായി 1:23 പറയുന്നത്. നമ്മോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് അതുമാത്രമല്ല, നമ്മോട് കൂടെ നടക്കുന്ന ദൈവം, നമ്മോട് കൂടെ കരയുന്ന ദൈവം, തൻ്റെ കരങ്ങൾ കൊണ്ട് നമ്മെ ചേർത്തു പിടിച്ച് ആലിംഗനം ചെയ്യുന്ന ദൈവം. നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ നാം അല്പം ക്ഷീണിതരായിരിക്കും. മുൻപോട്ട് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ വഴിയില്ല എന്ന് തോന്നാം. നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ പോകുന്നത് പോലെ ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കും. പക്ഷെ ദൈവം പറയുന്നു, കുഞ്ഞേ, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിനോട് ചോദിക്കാം, ഇമ്മാനുവേൽ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ
ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? ആമീൻ, സ്തോത്രം. എമ്മാനുവേൽ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്നോട് കൂടെ നടക്കുന്നുവെങ്കിൽ ഞാൻ എന്തിന് തളരുന്നു? ആമേൻ. നോമ്പിന്റെ ഈ ദിവസങ്ങളിൽ നാം ദൈവത്തോട് പറയും, തമ്പുരാനേ, അപ്പാ, പിതാവേ, എൻ്റെ ജീവിതത്തിലും ഇമ്മാനുവേലായിരിക്കുക, എൻ്റെ വഴികളിൽ വെളിച്ചമായിരിക്കുക, അസാധ്യങ്ങളെ അത്ഭുതമാക്കി മാറ്റുന്ന ദൈവമേ, എന്നെ വിട്ടുകളയരുത്. എന്നിലുള്ള ഭയത്തെ സമാധാനമാക്കി മാറ്റണമേ, അസാധ്യങ്ങളെ സാധ്യമാക്കി നൽകണമേ. തമ്പുരാനേ, ഞങ്ങളോട് കൂടെ നടക്കണമേ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്തോത്രം, സ്തോത്രം.